കോസ്ആർഎക്സിന്റെ മോയ്സ്ചറൈസറിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ കുറേ നാൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് എന്നോട് കുറച്ച് ആൾക്കാർ കുറേ ഡൗട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കമന്റിൽ വന്നതിനൊക്കെ ആദ്യം തന്നെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. എന്നാലും എനിക്ക് കുറച്ച് വീഡിയോസ് ചെയ്യണം എന്ന് തോന്നി. കാരണം എന്ന് വെച്ചാൽ ആ ഒരു പ്രോഡക്റ്റ് അന്ന് നല്ല ട്രെൻഡിങ് നിൽക്കുന്ന സമയമായിരുന്നു. അപ്പം ഞാനും അതിന് മുമ്പേ ഞാൻ വാങ്ങിച്ചത് ഉപയോഗിച്ച് കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ ഒരു റിവ്യൂ ആയിട്ട് ആ വീഡിയോ ചെയ്തത്. സത്യം ഞാൻ പറയാം, എൻ്റെ സ്കിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര എന്താ പറയുക, ഈ മുഖക്കുരുവൊക്കെ അത് പോയി ഇങ്ങനെ നിന്നിട്ട് സ്കിന്ന് ഭയങ്കരമായിട്ട് ഭയങ്കര മോശമായി. സ്കിന്നാണെങ്കിൽ ഒരു ഗ്ലോ ഒക്കെ പോയിട്ട് എന്താ പറയുക, ഡ്രൈ ആവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ ഈ ഒരു ക്രീം ഒന്ന് യൂസ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത്. ആദ്യം കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കാരണം ഇത് കുറച്ച് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്രീമായിരുന്നു. സോ ഞാൻ അതിൻ്റെ സ്നെയിൽ മ്യൂസിൻ പവർ എസൻസ്, അതിൻ്റെ ഒരു ചെറിയ ബോട്ടിലുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ ആദ്യം വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ടോ, അപ്പോൾ ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ആ മോയ്സ്ചറൈസറും വാങ്ങിച്ചു കേട്ടോ, അതിൻ്റെ ക്രീമും. എന്നിട്ട് അത് യൂസ് ചെയ്ത് ഒരു എന്താ പറയുക, ഒരു 1 മന്ത് കഴിഞ്ഞപ്പോഴത്തേനും ഇത് ഞാൻ ഈ രണ്ടും കണ്ടിന്യൂസ് യൂസ് ചെയ്തൊരു 1 മന്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ സ്കിന്നിനുണ്ടായ വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഗ്ലോ വരാൻ തുടങ്ങി. അപ്പം നോർമലി ഞാൻ പുറത്ത് എന്തെങ്കിലും ഷോ ഒക്കെ വരുമ്പോൾ, അതായത് ഒരു സിംഗറാണ് ഞാൻ, അപ്പോൾ പാട്ടിൻ്റെ പരിപാടിയൊക്കെ വരുമ്പോഴത്തേനും സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ കയറുന്ന സമയത്ത് നല്ല മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടാണ് പോവുക. അപ്പോൾ ഈ ഒരു ക്രീം യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് അങ്ങനെ മേക്കപ്പ് ഇടേണ്ട ആവശ്യം വന്നിട്ടില്ല. ജസ്റ്റ് ലിപ്സ്റ്റിക്ക് ഇട്ട് നമ്മൾ ഒരു ഇതില്ലേ, എന്താ പറയുക, ബ്ലഷൊക്കെ ഇട്ട് അങ്ങ് പോയാൽ മതി. കാരണം അതുപോലൊരു ഗ്ലോ ഉണ്ടായിരുന്നു എനിക്ക്. പിന്നെ എന്നെ കാണുന്നവരൊക്കെ ചോദിക്കാനും തുടങ്ങി കേട്ടോ, ഫേസ് ഇത്ര നല്ല ഗ്ലോ ആയിട്ടിരിക്കുന്നത് എന്താണെന്നൊക്കെ ചോദിക്കാനും തുടങ്ങി. അത്രയും ഒരു സ്കിന്നിന് ഒരു ഇമ്പ്രൂവ്മെന്റ് വന്ന ഒരു ടൈം എന്ന് പറഞ്ഞാൽ ഈ ക്രീം യൂസ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ്. അപ്പോൾ എനിക്ക് തോന്നി, എൻ്റെ ചാനലുണ്ട്, യൂട്യൂബ് ചാനലിൽ, എനിക്ക് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഇട്ടാൽ എന്താണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ വീഡിയോ ഇട്ടത്. അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ട് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളൊരു മെത്തേഡും കാര്യങ്ങളും ഒക്കെ ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, ആ ഒരു ക്രീം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയല്ലോ. പക്ഷെ ഇപ്പം ഞാൻ അത് യൂസ് ചെയ്യുന്നില്ല, ഞാനത് നിർത്തി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല എന്താ പറയുക, നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യുമ്പം നല്ല എന്താ പറയുക, ശ്രദ്ധിച്ച് വേണം യൂസ് ചെയ്യാനായിട്ട്. നൈറ്റിൽ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ, ഡേ ടൈമിൽ യൂസ് ചെയ്യാൻ പാടില്ല. ഇപ്പം ഞാൻ വീണ്ടും ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുവാണ് വീണ്ടും. കാരണം നമ്മുടെ സിനിമ നടൻ ടോവിനോ അത് യൂസ് ചെയ്തതിന് ശേഷം ഇത് വീണ്ടും എന്താ പറയുക, ഇന്റർവ്യൂവിലോ മറ്റോ പുള്ളി ഇതിൻ്റെ പേര് പറഞ്ഞതിന് ശേഷം വീണ്ടും ഇത് ട്രെൻഡിങ്ങിൽ നിൽക്കുവാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ ആൾക്കാർ ഇത് മേടിക്കാനുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. സോ ഒരു വീഡിയോ കൂടെ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ആ പ്രോഡക്റ്റ് സ്റ്റോപ്പ് ചെയ്തു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മോശമായതുകൊണ്ടല്ല, അത് നന്നായിട്ട് എന്താ പറയുക, ശ്രദ്ധിച്ച് യൂസ് ചെയ്യേണ്ട ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ നമ്മൾ മോർണിംഗ് ടൈമിലൊന്നും അത് യൂസ് ചെയ്യാൻ പാടില്ല. ഒരു ട്രീറ്റ്മെൻറ്റ് പോലെയാണ്. അപ്പോൾ ഒരു രാത്രിയാകുമ്പോൾ നമ്മൾ നൈറ്റ് സ്കിൻ കെയർ എന്നുള്ള രീതിയിലാണ് അത് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ഫേസ് വാഷ് ചെയ്യുക, അതിനുശേഷം ഒരു ടോണർ യൂസ് ചെയ്യുക, അതിനുശേഷം എന്താ പറയുക, നമ്മൾ എന്തെങ്കിലും സീറം അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക, അതിനുശേഷം ഇതിടുക. അങ്ങനെയായിരുന്നു നമ്മളതിൻ്റെ ഒരു രീതി. അപ്പോൾ നിങ്ങൾ കുറേ പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾക്ക് ടോണർ ഇല്ല, അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നതിന് കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് നേരിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ സിറം ഇല്ല, അത് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? സിറം ഇല്ലെങ്കിലും ടോണർ ഇല്ലെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ നമ്മളുടെ ഒരു പ്രോപ്പർ സ്കിൻ കെയർ എന്ന് പറയുന്നത് ഫേസ് വാഷ് ചെയ്തിട്ട് നമ്മൾ സ്കിന്നെ ഒന്ന് ടോൺ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് സിറം അപ്ലൈ ചെയ്തിട്ട് ആണ് നോർമലി ഈ ക്രീം അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. ഇനിയിപ്പോൾ അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെന്ന് പറയുന്നത്, ഇത് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ മോർണിംഗിൽ പുറത്തൊക്കെ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ മസ്റ്റായിട്ടും സൺസ്ക്രീൻ യൂസ് ചെയ്യണം. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഇതും ഉപയോഗിക്കുന്നുണ്ടല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു രണ്ടും കൂടി ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ആ ക്രീം അങ്ങ് സ്റ്റോപ്പ് ചെയ്തു കേട്ടോ. അത് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ മോർണിംഗിൽ ഇത് അപ്ലൈ ചെയ്യും, അങ്ങനെ പിന്നെ സൺസ്ക്രീൻ ഇടും. അങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ നമ്മൾ ചില സമയത്ത് നമ്മുടെ സ്കിന്നിങ്ങനെ കുറേ നാൾ ഒരു പ്രോഡക്റ്റ് തന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും നമ്മുടെ സ്കിന്ന് എന്താ പറയുക, അത് ഉപയോഗിച്ച് ഇങ്ങനെ ഇതായല്ലോ. അപ്പോൾ ഒരു വ്യത്യാസം, ഒരു 6 മാസമൊക്കെ കഴിയുമ്പോഴത്തേനും ഒരു ചെറിയ ഒരു വ്യത്യാസം വരുത്തുന്നത് നല്ലത്, അതായത് പ്രോഡക്റ്റുകളിൽ. അപ്പോൾ 6 മാസം നമ്മൾ എന്താ പറയുക, നമ്മൾ UAE താമസിക്കുന്നവർക്ക് 6 മാസം വിൻ്ററും 6 മാസം സമ്മറും ആയിരിക്കും. ഒരു കുറച്ച് ചൂടൊക്കെ ഉള്ള കാലാവസ്ഥയൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇപ്പം യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറാവിയുടെ ക്രീമാണ്, മോയ്സ്ചറൈസറാണ്. അത് അടിപൊളിയാണ് കേട്ടോ. സംഭവം നമുക്ക് തേക്കുന്ന സമയത്ത് ഒരു എന്താ പറയുക, ഒരു കുഴമ്പ് പോലെയൊക്കെ ഫീൽ ചെയ്യും. പക്ഷേ അത് നല്ല സ്മൂത്താണ്, നല്ല ഒരു എന്താ പറയുക, നമ്മുടെ സ്കിന്നിനെ നമ്മൾ പോലും അറിയാതെ റിപ്പയർ ചെയ്യുന്നുണ്ടെന്നൊരു ഫീൽ എനിക്ക് വന്നിട്ടുണ്ട്.
അപ്പോൾ ഇത് മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, ഇത് നല്ലതാണ്. പക്ഷേ ഇതൊരു ട്രീറ്റ്മെൻ്റ് ആണ്. സെൻസിറ്റീവ് സ്കിന്നായിട്ടുള്ളവരും ആക്നിയൊക്കെ ഒരുപാടുള്ളവരൊക്കെ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് അവരുടെ സ്കിന്നിന് കുറച്ച് ചെറിയ ഇറിറ്റേഷൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് മുഖക്കുരു ഈ പൊട്ടിട്ടൊക്കെ ഇരിക്കുമല്ലോ, അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഇത് ഉപയോഗിക്കാൻ പാടില്ല, അത്ര നല്ലതല്ല. അത് അവർ അതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട്. സോ എന്താ പറയുക, നമ്മൾ ഡ്രൈ സ്കിന്നാണെങ്കിൽ അത്യാവശ്യം ഈ പ്രോഡക്റ്റ് നല്ലതാണ്, യൂസ് ചെയ്യാം കേട്ടോ. ഓയിലി സ്കിന്നുകാർക്കും യൂസ് ചെയ്യാം, പക്ഷേ മുഖക്കുരു പൊട്ടിയിട്ടോ അങ്ങനെ ഇറിറ്റേഷനോ സെൻസിറ്റീവ് സ്കിന്നോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ അതാണ് ഈ പ്രോഡക്റ്റിനെ വെച്ചിട്ട് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ സ്കിന്നിനെ നല്ല അടിപൊളിയാക്കും, അതിലൊരു സംശയമില്ല. ഞാൻ 100% നിങ്ങൾക്ക് ഉറപ്പ് തരാം, കാരണം എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ പറയാം. അപ്പോൾ ഇപ്പം ഞാൻ സെറാവിയാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. സൂപ്പർ പ്രോഡക്റ്റാണ്, സത്യസന്ധമായിട്ട് പറയാമല്ലോ. ആദ്യം ഇത് ഉപയോഗിക്കുന്ന സമയത്ത് എനിക്ക് തോന്നി അത്ര നല്ലതല്ലാന്ന്. പിന്നെ ഇത് വാങ്ങിക്കാൻ ഒരു റീസണും കൂടി ഉണ്ട്. ഞാൻ സെറ്റാഫിൽ ഉപയോഗിക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. ആ സമയത്താണ് എൻ്റെ മോൾക്ക് കുറച്ച് മോക്കുരും കാര്യങ്ങളൊക്കെ അവൾക്കുണ്ട് സ്കിന്നിൽ. അപ്പോൾ അവളുടെ സെൻസിറ്റീവ് സ്കിന്നുമാണ്. സോ അപ്പോൾ ഡോക്ടറെ കണ്ടിട്ട് നമ്മൾ ക്രീം വാങ്ങിച്ചത്. ആ സമയത്ത് അവിടെ നിന്ന് ഡോക്ടറെ കുറിച്ച് തന്നാണ് ഈ സെറാവെ. അപ്പോൾ സെറാവെ കുറിച്ച് തന്നപ്പോഴത്തേനും നമ്മൾ എന്താ ചെയ്തത്, അത് വലിയൊരു ബോട്ടിലായിരുന്നു. അപ്പോൾ അത് അവൾ ഒറ്റയ്ക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് തീരത്തില്ലെന്നുള്ളതുകൊണ്ട് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയതാ. പക്ഷേ അടിപൊളി പ്രോഡക്റ്റ്, നമുക്ക് മോക്കുരു ഒന്നും വരത്തില്ല. എന്താ പറയുക, നമ്മൾ ഈ പ്രൈമറൊക്കെ യൂസ് ചെയ്യത്തില്ലേ മേക്കപ്പ് ഇടുന്നതിന് മുമ്പ്, അതിൻ്റെ ഒരു ടെക്സ്ചറില്ല ഇങ്ങനെ ഈ എന്താ പറയുക, ഈ എണ്ണ പോലെ, എണ്ണമയം അല്ല, അതിനെന്താ പറയുക, ഒരു കുഴുകുഴാന്നിരിക്കുന്നൊരു സംഭവം, അങ്ങനെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. പക്ഷേ ഫേസിൽ ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ അബ്സോർബ് ആവും. നല്ല സൂപ്പർ സാധനമാണ്. സ്കിന്നിന് ഒരു ഡാമേജും ഇല്ല, മോക്കുരു വരത്തില്ല, പിന്നെ ഡ്രൈ ആവത്തില്ല, സ്കിന്ന് ഓയിലി ആവത്തില്ല, ഒന്നും ആവത്തില്ല. എൻ്റെ ഒരു കോമ്പിനേഷൻ സ്കിൻ ടൈപ്പാണേ. അതുകൊണ്ട് എല്ലാ സ്കിൻകാർക്കും, അതുകൊണ്ട് ഞാൻ ഉറപ്പായിട്ട് പറയാം, എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ക്രീമാണിത്. അതിൻ്റെ ബോട്ടിൽ നിങ്ങൾക്ക് ഞാനൊന്ന് കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ ബോട്ടിൽ, വലിയതാണ്. അപ്പം ഞാനും മോളും ബാക്കി എൻ്റെ ഹസ്ബൻഡും എല്ലാവരും ഇപ്പോൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു സൺസ്ക്രീൻ നമ്മൾ മസ്റ്റായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. സൺസ്ക്രീൻ വാങ്ങിക്കുമ്പം നമ്മൾ എന്താ പറയുക, നമ്മുടെ സ്കിന്നിന് പറ്റുന്ന ടൈപ്പ് ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തിട്ട് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഡെർമാക്കോയുടെ ഒരു സൺസ്ക്രീൻ ആയിരുന്നു. അത് സൂപ്പറായിരുന്നു, അത് ഒരു പ്രശ്നമില്ല. ഞാനും മോളും ഒക്കെ അത് യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. പിന്നെ അത് മാറ്റിയിട്ട് എനിക്ക് തോന്നുന്നു ഡെർമാക്കോയുടെ തന്നെ ഈ ഓയിലി അല്ല, ഡ്രൈ സ്കിന്നുകാർക്കുള്ളത് സെപ്പറേറ്റ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അത് കുറച്ചും കൂടി ഇങ്ങനെ സ്റ്റിക്കി ടൈപ്പാണ്. അപ്പോൾ അത് വാങ്ങിച്ചപ്പോഴത്തേനും എനിക്ക് എന്തോ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അത് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ നല്ലൊരു സൺസ്ക്രീൻ അന്വേഷിച്ച് ഞാൻ ഫാർമസിയിൽ പോയപ്പോഴാണ്, ആ ഫാർമസിയിൽ നിൽക്കുന്ന ഒരു ലേഡിയാണ് എന്നോട് പറഞ്ഞത്, ഒരു സൺസ്ക്രീൻ അവർ തന്നിട്ട് പറഞ്ഞു, അത് അവർ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക, നിങ്ങളുടെ സ്കിന്നിന് നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ്. അതൊരു എന്താ പറയുക, സ്പ്രേ ചെയ്ത ടൈപ്പ്. അതെ, ഇതാണ് അതിൻ്റെ ബോട്ടിൽ എന്ന് പറയുന്നത്. ഇതെനിക്ക് തോന്നുന്നില്ല നാട്ടിലൊക്കെ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഇത് UAE ലുള്ളവർക്ക് ഇവിടെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഫാർമസിയിലൊക്കെ. ഇത് കുഞ്ഞു പിള്ളേർക്കും കൂടി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ സൂപ്പറാണ്. ഇത് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിനൊരു ഗ്ലോയും ഉണ്ട്. എന്താ പറയുക, വൈറ്റ് കാസ്റ്റ് ഇല്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അടിപൊളിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ചോദിക്കാവുന്നതാണ്. പിന്നെ 1-2 കമൻറ്റൊക്കെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ചോദിക്കുന്നുണ്ട്, എന്താ പറയുക, ഇത് ഇട്ടിട്ടും വലിയ പ്രയോജനമൊന്നും എനിക്കുണ്ടായില്ല, ഉള്ള സ്കിന്നും കൂടി മോശമായിരുന്നു. ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവാം കേട്ടോ. എല്ലാവർക്കും ഇത് ഒരുപോലെ എന്താ പറയുക നല്ല രീതിയിൽ വർക്ക് ചെയ്യണമെന്നില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഈ വെയിലും കാര്യങ്ങളും പിന്നെ ഒക്കെ എന്താ വെയിലത്ത് വർക്ക് ചെയ്യുന്നവരോ അല്ലെങ്കിൽ നടന്നു പോകുന്ന അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്താൽ മതി. രാത്രി മാത്രം ഈ ക്രീം യൂസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ചിലപ്പോൾ മോയ്സ്ചറൈസിങ് ക്രീം അല്ലേന്ന് പറഞ്ഞിട്ട് മോർണിംഗിലൊക്കെ അപ്ലൈ ചെയ്യാം. ഒരു കാരണവശാലും ആ തെറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ചിലപ്പോൾ അവർ പറയുന്നുണ്ടാവാം മോർണിംഗും ഈവനിങ്ങും ഒക്കെ യൂസ് ചെയ്യാമെന്ന്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം, ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് പറയുവാണ്, ഒരു ട്രീറ്റ്മെൻറ്റ് പോലെയുള്ളൊരു ക്രീമായിട്ടാണ് ഞാൻ അതിനെ മനസ്സിലാക്കിയിട്ടുള്ളത്. സോ അത് രാത്രി മാത്രം യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇതിനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും പറഞ്ഞു തരാൻ ഞാൻ ഭയങ്കര ഒരു വലിയ ആളൊന്നും അല്ല. പക്ഷേ എൻ്റെ ഒരു ഉപയോഗിച്ചതിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. പിന്നെ ഒരുപാട് ക്രീമുകളൊന്നും യൂസ് ചെയ്യുന്ന ഒരാളും അല്ല ഞാൻ. എൻ്റെ കയ്യിൽ അത്യാവശ്യം എന്താ പറയുക, മൂക്കുരു വന്നാൽ ഇടാനുള്ള ജസ്റ്റ് ക്രീമുകളുണ്ട്. അതുപോലെ എന്താ പറയുക, മോയ്സ്ചറൈസിങ് ക്രീം, പിന്നെ സിറം ഒരു 3 ടൈപ്പ് ഉണ്ട്. അതൊക്കെ അതിൻ്റേതായ സമയങ്ങളിൽ ആവശ്യത്തിനനുസരിച്ച് മാത്രം ഉപയോഗിക്കുന്ന ആളാണ്. ഒരുപാട് പ്രോഡക്റ്റുകൾ ഒന്നിച്ച് നമ്മുടെ ഫേസിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് ഫേസിൽ അബ്സോർബ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിനൊക്കെ പണി കിട്ടും. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഇതിനകത്ത് പല കണ്ടന്റുകളുണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോൾ അത് എന്തായി തീരുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഒരു അറിവുമില്ല. സോ നമ്മൾ കണ്ട കാര്യങ്ങളൊന്നും വലിച്ചു വാരി ഉപയോഗിക്കാതെ അത്യാവശ്യത്തിന് മാത്രം ഉപയോഗിച്ച് പോയിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഐ ക്രീം യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ ഉപയോഗിക്കുന്നില്ല, പക്ഷേ ഈ കോസാറക്സിൻ്റെ തന്നെ ഐ ക്രീം ഉണ്ട്, അതും നല്ലതാണ്. പിന്നെ അതുപോലെ എന്താ ഡെർമാക്കോടെ എന്താണ്
കഫീൻ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു ഐ ക്രീം ഉണ്ട് കേട്ടോ. അത് നല്ലതാണ്. ഇത് രണ്ടും ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് അറിയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.